എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യം. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിൻ്റെ പകുതിയോളമായാലും നിനക്ക് തരാം എന്ന് പറഞ്ഞു. രാജാവും എസ്തേർ രാജ്ഞിയും തമ്മിലുള്ള ആശയവിനിമയത്തിൽ രാജാവ് എസ്തേറിനോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി നമ്മൾ പറയുകയാണെങ്കിൽ 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, രാജ്ഞിയെ, നിനക്ക് എന്ത് വേണം? എന്ത് ചോദിച്ചാലും കൊടുക്കാൻ ധനാഢ്യനായ ഒരാളാണ് എസ്തേറിനോട് ചോദിക്കുന്നത്. സ്വർഗത്തിലെ ദൈവവും നമുക്ക് നൽകാൻ സമ്പന്നനാണ്. നമ്മളോട് ചോദിക്കുന്നത് എന്ത് വേണം എന്നുള്ളതാണ്. രണ്ടാമത് എസ്തേറിനോട് ചോദിച്ചത്, എന്താകുന്നു നിന്റെ അപേക്ഷ? നിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ്. നിന്റെ പ്രശ്നം എന്തുള്ളതാണ്? നിനക്ക് എന്താണ് അപേക്ഷയായിട്ടുള്ളത്, എന്നോട് അറിയിക്കാനുള്ളത്? രാജാവിൻ്റെ മൂന്നാമത്തെ ചോദ്യം അല്പം ഇൻഡയറക്റ്റ് ആണ്. രാജ്യത്തിൻ്റെ പകുതിയോളമാണോ? അതാണെങ്കിലും നിനക്ക് തരാം. അത് സംഭവ്യമാണോ എന്ന് നമുക്ക് തോന്നാം. അത്രയ്ക്ക് ഉന്നതമായ രീതിയിൽ രാജാവ് ഈ എസ്തേറിനോട് കരുണ തോന്നുമോ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലാത്തതുകൊണ്ട് നാം നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ചാൽ ആവശ്യങ്ങൾ പുലർത്താൻ കഴിവുള്ള ഒരു ദൈവമാണ്. നമ്മുടെ എത്ര വലിയ ആവശ്യമാണെങ്കിലും ദൈവത്തിന് അത് അസാധ്യമായിട്ടൊന്നുമല്ല. ആകയാൽ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തിന് മുമ്പാകെ അറിയിക്കാം.